ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കറി കൂട്ടിയിട്ട് കഴിക്കാം, അല്ലാതെ കറി ഇല്ലാതെ കഴിക്കാനും വളരെയധികം ടേസ്റ്റാണ്. ഇത് വൈകുന്നേരം ചായയുടെ കൂടെയെല്ലാം നമുക്ക് കഴിക്കാം, അതുപോലെ തന്നെ രാത്രി ഡിന്നറിന് വേണമെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാം. കാരണം വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം, മാത്രമല്ല വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ വറുത്ത അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിനും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തുള്ളത്. അതൊരു പാത്രത്തിലേക്ക് 1.25 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു കപ്പിന് അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് വെള്ളം, ആ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഈ അരിപ്പൊടി ആ വെള്ളവുമായിട്ട് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ നല്ല പോലെ ഒന്ന് കലക്കി എടുക്കുന്നത് വരെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണ്ട. അപ്പോൾ ഇതുപോലെ സ്പാറ്റില വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കലക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കലങ്ങി വരും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും അതുപോലെ ഒരു പിഞ്ചും അത്രയാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇത് നമുക്ക് ആ വാട്ടി നമ്മൾ വേവിച്ച് മാവ് ഇങ്ങനെ വേവിച്ചിട്ടാണ് നമ്മളിത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. മാത്രമല്ല കൈവിടാതെ ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടേ എടുക്കണം. മാവ് നന്നായി വേവിച്ചിട്ടാണ് നമ്മളിതിവിടെ ഉരുട്ടിയെടുക്കുന്നത്. ഇത് കുറച്ച് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം എപ്പോഴും താഴ്ത്തി വെച്ചിട്ട് ചില സമയം എടുത്ത് ഇത് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ മാവ് വെന്ത് കട്ടയായിട്ട് വരരുത്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ മാവിനെ നമ്മൾ വാട്ടി, അതുപോലെ ഇതിനി ഉരുണ്ട് മാവായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള മാവായിട്ട് ഇത് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ആയിട്ട് വരും. അപ്പോൾ അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കൈ എടുക്കാതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പം വളരെ ഫ്ലെയിം താഴ്ത്തി വെച്ച് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി പാത്രത്തിൽ നിന്നും ഇത് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നത്. അതുവരെയും ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇത് അടി പിടിക്കാനുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നല്ല പോലെ അടി കൂട്ടി വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ. ഇനി ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരും. നോൺ സ്റ്റിക്ക് പാത്രം ആയാൽ നമുക്കിത് പെട്ടെന്ന് ഇതുപോലെ മാവ് വാട്ടി കുഴച്ചെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ മാവെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്ന് നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു പരുവാകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ എൻ്റെ മാവെല്ലാം നല്ലപോലെ പാത്രത്തിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഇളക്കുന്നത് നിർത്താനേ പാടില്ല. പാത്രത്തിൻ്റെ സൈഡിൽ നിന്നെല്ലാം മാവെടുത്ത് എല്ലാം കൂടെ ഉരുട്ടി ഇപ്പം ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ നമുക്ക് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ചിരവിയ തേങ്ങ 3/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ആ ബ്രൗൺ കളറൊന്നും ഇല്ലാതെ വേണം ചിരവിയെടുക്കാൻ. ഇനി 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 8-10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുക്കരുത്, ചുവന്നുള്ളി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതുകൂടെ ഇട്ട് നമുക്ക് ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ തേങ്ങയും ഉള്ളിയും ഇട്ട് കൊടുത്ത പെരുംജീരകവും എല്ലാം മാവിലേക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി കയ്യിൽ അഥവാ ഒട്ടുന്ന പോലെ തോന്നുകയാണെങ്കിൽ കൈയൊന്ന് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് ശക്തി കൊടുത്ത് ആ മാവിലേക്ക് ആ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുത്താൽ മതി. നമുക്ക് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്, വറുത്ത അരിപ്പൊടി വെച്ചിട്ട്. ഇനി ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച്, നമുക്ക് എത്ര വലുപ്പമുള്ള അപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഓരോ ഉരുളകൾ തയ്യാറാക്കണം.
അപ്പോൾ ബോൾസിന് നല്ല ഉണ്ടാക്കുന്ന അപ്പത്തിന് നല്ല ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ ഉരുളകളും ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി നല്ല ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആ 1.25 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് എനിക്ക് ഇവിടെ ഏകദേശം 8 അപ്പത്തിനുള്ള ബോൾസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി വട്ടത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ സൗകര്യത്തിനായിട്ട് ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴയില ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോ ബോൾസും വെച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉള്ളം കയ്യിൽ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. വാഴയിലയിലാണെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കുകയോ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ വട്ടത്തിൽ പരത്തി അവിടെ വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് നമുക്കൊരു ഫ്രൈങ് പാനാണ് ആവശ്യമുള്ളത്. അതായത് ഇത്തിരി എണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് 1 ടീസ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയ ശേഷം ഈ അപ്പങ്ങൾ ഓരോന്നെടുത്ത് നമുക്ക് അതിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ അപ്പം ചുട്ടെടുക്കാൻ. ഇതിന് ഇനി അധികം മാവ് നല്ലപോലെ വെന്ത് വന്ന മാവാണ്. അപ്പോൾ അധികം വേവൊന്നുമില്ല. പക്ഷേ ആ എണ്ണയിലൊന്ന് മൊരിഞ്ഞൊന്ന് വരണം. അപ്പോഴാണ് അതിനുള്ള ഒരു ടേസ്റ്റ്. പുറം ഭാഗം നല്ല ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരും, നല്ല ക്രിസ്പി ആയിട്ട്. പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കറിയില്ലാതെ വേണമെങ്കിൽ കഴിക്കാം. എന്നാലും കറി കൂട്ടി കഴിക്കുമ്പോൾ അതിന് പ്രത്യേകത ഒരു ടേസ്റ്റാണ്. ഞാനിവിടെ മീൻകറി കൂട്ടിയിട്ടും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി കൂട്ടിയിട്ടുമാണ് ഇന്ന് കഴിച്ചു നോക്കിയത്. കുറച്ച് എരിവുള്ള കറിയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്കും എനിക്ക് തരിക. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾ എന്ന ബട്ടൺ അമർത്താൻ മറന്നു പോകരുതേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ ഒരു അളവിൽ തന്നെ നിങ്ങൾക്ക് അപ്പോൾ ഇനി തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവരും ഈ പലഹാരം ഒന്ന് തയ്യാറാക്കി നോക്കണം. എളുപ്പമാണെന്ന് മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.